കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ഓരോ വർഷവും എത്തുന്ന ഒരു പുണ്യസ്ഥലമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം. നമ്മൾ എത്രയൊക്കെ പദ്ധതികൾ തയ്യാറാക്കിയാലും അമ്മയുടെ വിളി ഉണ്ടെങ്കിൽ മാത്രമേ മൂകാംബികയിൽ എത്താൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസം പല ഭക്തരും പറയാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസവും ഭക്തിയും നിറഞ്ഞ ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ആദ്യമായാണ് മൂകാംബികയിലേക്ക് പോകാനായി തയ്യാറെടുക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് യാത്ര തുടങ്ങാം. ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ്. മൂകാംബികയിലേക്ക് പോകാൻ പല മാർഗ്ഗങ്ങളുണ്ടെങ്കിലും ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ട്രെയിൻ യാത്രയാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എറണാകുളം ഓഖ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 16338 ആണ്. ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി 8:20 പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 7:05 ബൈന്ദൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. ഏകദേശം യാത്രാസമയം നമുക്ക് വേണ്ടി വരുന്നത് 11 മണിക്കൂറാണ്. അതുപോലെ തന്നെ രാത്രി യാത്രയായതിനാൽ സുഖകരമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കിന് നമ്മൾ കൊല്ലൂർ എത്തിച്ചേരും. അപ്പം ഞങ്ങൾ ചെയ്തത് ജൂൺ മാസത്തിലായിരുന്നു ഈ ഒരു യാത്ര ചെയ്യുന്നത്. മഴക്കാലമായതിനാൽ തന്നെ നമ്മൾ അവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൊല്ലൂർ മൂകാംബികയിലേക്ക് നമ്മൾ ട്രെയിൻ മാർഗ്ഗമാണ് വരുന്നതെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് ബൈന്ദൂർ റോഡ്. അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഇനി റോഡ് യാത്ര ചെയ്താൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. 1/2 കിലോമീറ്റർ മാറ്റായിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്. മഴക്കാലമായതും ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർഡ് ടാക്സിയാണ്. ഞങ്ങൾ 5 പേരായതിനാൽ ഒരാൾക്ക് 200 രൂപ വീതമാണ് ആയത്. ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് ശരിക്കും ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക കവാടം. ശരിക്കും ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും. കാരണം ഇനി അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മൂകാംബിക ബസ് സ്റ്റാൻഡ്. ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ബസ്സുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അപ്പം നമ്മൾ എത്തി നേരെ ഇനി ചെക്ക് ഇൻ ചെയ്യുവാണ് ഹോട്ടലിലോട്ട്. ഈ ഹോട്ടൽ ശരിക്കും നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഹോട്ടൽ. ഇപ്പം ഹോട്ടലിൻ്റെ എല്ലാ താമസ സൗകര്യങ്ങളും വിശദാംശങ്ങളും നിരക്കുകളും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ പ്രത്യേകമായിട്ട് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ സ്റ്റേയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഞങ്ങൾ ഫ്രഷ് ആയ ശേഷം പോകുന്നത് മൂകാംബിക ദർശനത്തിനാണ്. നമ്മൾ എത്തിയപ്പോൾ തൊട്ട് മഴയാണ്, നിർത്താതെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചൊന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ തോന്നു. അപ്പോൾ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ അത്യാവശ്യം നല്ല കടകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് സമർപ്പിക്കാൻ കഴിയുന്ന മാലകളും താമരപ്പൂകളും കുപ്പിവളകളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിയ ശേഷം അറിഞ്ഞതാണ് നമുക്ക് ക്ഷേത്രത്തിൽ പട്ടുസാരി സമർപ്പണം എന്നത് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ്. ഇത് ശരിക്കും വിവാഹ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ ആ വഴിപാട് നടത്തുന്നത്. നമുക്ക് പട്ടുസാരി വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അത് പൂജിച്ച ശേഷം അത് നമുക്ക് തന്നെ അവർ തിരിച്ചു തരുന്നുണ്ട്. ഇത്തവണ നമ്മുടെ കൂട്ടത്തിൽ സുമയമ്മയും ഉണ്ട്. അപ്പോൾ അമ്മ ആദ്യമായിട്ടാണ് മൂകാംബികയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുല്ലപ്പൂവും അതുപോലെ തന്നെ മാലകളും ഒക്കെ വാങ്ങി ഉള്ളിലേക്ക് കടക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. 5 രൂപയാണ് റേറ്റ് വരുന്നത്. അതൊക്കെ കൊടുത്ത് നേരെ നമ്മളിനി ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണിപ്പോൾ. ശരിക്കും നല്ല ഭംഗിയിൽ ക്ഷേത്രം മുഴുവനെ പൂക്കളാൽ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കിന് എപ്പോഴും ആ ഒരു മന്ത്രജപവും അതുപോലെ തന്നെ പൂജയും എല്ലാമായിട്ടൊരു പ്രത്യേക ഫീലാണ് നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് ആദ്യം നമ്മൾ കയറുന്നത്. അപ്പോൾ അവിടെ തന്നെ സ്വർണ്ണക്കൊടിമരവും അതിന് തൊട്ട് മുന്നിലുള്ള ഏതാണ്ട് അത്രയും തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവുമാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ ദേവീനെ എഴുന്നള്ളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തേരുകളും എല്ലാം നമുക്കതിന് ചുറ്റുമായിട്ട് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. നമ്മൾ എത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എത്തി ക്യൂവിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. എന്നാൽ തന്നെ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ദർശനം കണ്ട് തൊഴുത് പുറത്തിറങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ദർശനത്തിനായിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ പുറമേയുള്ള മറ്റു ദേവതകളെ ഉപദേവതകളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് നെയ്വിളക്ക്. 50 രൂപയുടെ ഒരു റെസിപ്റ്റ് എഴുതിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നെയ്വിളക്ക് നടത്താവുന്നതാണ്. എല്ലാവരും ഇവിടെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ വിദ്യാരംഭത്തിനായിട്ടാണ്. അപ്പം അവിടെ അതിൻ്റെ പൂജകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോമപ്പുരയുണ്ട്. ഇന്ന് ഹോമം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയിൽ അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഇനി നമുക്ക് അർച്ചനയും അതുപോലുള്ള വഴിപാടുകളുടെ എല്ലാം പ്രസാദങ്ങളും ലഡു ഉണ്ട്. അവിടെ ലഡു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടും.
എന്തെല്ലാം വഴിപാടുകളാണ്, അതുപോലെ തന്നെ അതിനൊക്കെ എത്ര രൂപയാണ് എന്നൊക്കെ ഉള്ളത് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കന്നഡയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും. നമുക്ക് വേണ്ട വഴിപാടുകൾ അവിടെ റിസീപ്റ്റ് എടുക്കാവുന്നതാണ്. ബൈ ക്യാഷും അതുപോലെ തന്നെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ എടുക്കുന്നതാണ്. അപ്പം നേരെ നമ്മളും കുറച്ച് വഴിപാടുകളൊക്കെ എഴുതി നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ ഭംഗിയിൽ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ടൈം തരും. ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദർശിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് നമ്മളെ അങ്ങനെ മാറ്റുമോ അങ്ങനെയൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സരസ്വതി മണ്ഡപം. ഇവിടുത്തെ വിദ്യാരംഭം വളരെ പ്രശസ്തവും അതുപോലെ തന്നെ വിശേഷപ്പെട്ടതുമാണ്. വിജയദശമി നാളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകളാണ്. എന്നാൽ തന്നെ സാധാരണ ദിവസങ്ങളിൽ ഇവിടെ കുട്ടികൾ ഇവിടെ വന്നിട്ട് ആദ്യാക്ഷരം കുറിക്കാറുണ്ട്. നമ്മൾ ജാനയും എഴുതിച്ച ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മളതെല്ലാം കഴിഞ്ഞു നേരെ അന്നദാനത്തിലേക്ക് പോവാണ്. ഇവിടെ മൂകാംബികയിൽ ഉച്ചയ്ക്കും അന്നദാനമുണ്ട്, അതുപോലെ തന്നെ രാത്രിയിലും നമുക്ക് അന്നദാനം കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് നമുക്ക് അന്നദാന ഹോളുണ്ട്, ഡൈനിങ് ഹോള്. അത്യാവശ്യം നല്ല വലിയ ഒരു ഹോളാണ്. അപ്പം 11:30 മുതലാണ് ഇവിടെ ഉച്ചയ്ക്കുള്ള ഫുഡ്. അതുപോലെ തന്നെ രാത്രിയിൽ 8:30 മുതലാണ്. നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവും. എല്ലാ ഫെസിലിറ്റീസും ഫാനും ഇരിക്കാനുള്ള സീറ്റും എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും കറക്റ്റ് 11:30 തന്നെ എത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അധികം നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല, അങ്ങനെ കയറാൻ പറ്റി. അപ്പം നമുക്ക് ഫുഡ് കൊണ്ട് അവർ പ്ലേറ്റിൽ വിളമ്പി തരും. അത് 2 കറികൾ ചേർന്നിട്ടുള്ളതാണ്. എല്ലാം കുറച്ച് സ്വീറ്റായിട്ടുള്ള കറികളാണ്. അപ്പോൾ അന്നദാനമൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി വൈകുന്നേരം തിരിച്ചു വരികയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ എടുക്കുന്നതിനാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. 5 മണിക്ക് നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. ക്ഷേത്രം ദിവസവും രാവിലെ 5 മുതൽ രാത്രി 9 മണി വരെയാണ് ദർശനം അനുവദിച്ചിട്ടുള്ളത്. ദർശനം രാവിലെ 5 മുതൽ 7:15 വരെയും, അത് കഴിഞ്ഞിട്ട് ക്ഷേത്രം അടച്ചിട്ട് പൂജ കഴിഞ്ഞ് 7:45 മുതൽ 11:30 വരെയും, ഉച്ചയ്ക്ക് 12 മുതൽ 12:30 വരെയും, അതുപോലെ തന്നെ 12:45 മുതൽ 1:30 വരെയും ദർശനം നടത്തും. ശേഷം അടച്ച് വൈകുന്നേരം 3 മുതൽ 9 വരെയാണ് ക്ഷേത്ര ദർശനം അനുവദിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ നിർമ്മാല്യ പൂജ, ഗണപതി ഹോമം, മഹാപൂജ, പ്രദോഷ പൂജ അങ്ങനെ ഇടവിട്ടിട്ട് മഹാപൂജകൾ നടക്കും. ആ സമയത്ത് ദർശനം ഉണ്ടാവുന്നതായിരിക്കത്തില്ല. ഏറ്റവും അവസാനം കഷായ നിവേദ്യവും അത്താഴ പൂജയും കഴിഞ്ഞിട്ട് ഏകദേശം 9 മണിയോടുകൂടിയാണ് ക്ഷേത്രം അടച്ചിടുന്നത്. ക്ഷേത്രത്തിലെ ദർശനത്തിന് എത്തിയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇവിടുത്തെ ശിവേലി. ക്ഷേത്രത്തിൽ ആനകളൊക്കെ ഉണ്ടെങ്കിലും ശിവേലി നടത്തുന്നത് ആനപ്പുറത്തല്ല. ഇവിടെ തന്നെയുള്ള പൂജാരി ആദ്യ പ്രദക്ഷിണത്തിൽ തലയിലേറ്റിയും പിന്നീടുള്ള 3 പ്രദക്ഷിണങ്ങളിൽ പല്ലക്കിൽ കിടത്തിയും അവസാനം തേരിലേറ്റിയുമാണ് ശിവേലി നടത്തുക. അന്നേ ദിവസം പ്രത്യേക വഴിപാടുകളോ നേർച്ചകളോ ഒക്കെ ഭക്തരിൽ നിന്നുണ്ടെങ്കിൽ സ്വർണ്ണത്തേരും ഈ ശിവേലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോയ അന്നേ ദിവസം സ്വർണ്ണത്തേരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആരാണോ നേർച്ച നടത്തുന്നത് അവരുടെ ഫാമിലിയും അങ്ങനെയുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു രഥം വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ശിവേലിയുടെ കൂടെ തന്നെ അകമ്പടിയായിട്ട് പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ചെണ്ടയും നാദസ്വരവും ഒക്കെ ഉണ്ടാകും. നമ്മൾ കേരളത്തിലൊന്നും കണ്ടുപരിചയമുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു നാദസ്വരം അല്ല, കുറച്ചുകൂടി ചെറുതാണ്. അതുകൊണ്ട് തന്നെ ശബ്ദവും വേറൊരു രീതിയിലാണ് വരുന്നത്. തന്നെ മൂകാംബികയിലേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചില വിവരങ്ങളും കൂടെ ഞാൻ പങ്കുവെക്കാം. ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ ഏകദേശം 5 മണിക്ക് തുറക്കുകയും രാത്രി 9 മണി വരെ ദർശന സൗകര്യം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ രാവിലെ 5-നും 7-നും ഇടയ്ക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ക്യൂ നിൽക്കുന്നതും അതുപോലെ തന്നെ ദർശനം പെട്ടെന്ന് കിട്ടാനുമുള്ള സാധ്യത കൂടുതലാണ്. ദർശന ദിവസം ശനിയോ ഞായറോ ഒക്കെ ഒഴിവാക്കിയിട്ട് അല്ലാതുള്ള തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ദർശന സൗകര്യം കിട്ടുന്നതായിരിക്കും.
പൂജകളും പ്രത്യേക ചടങ്ങുകളും നടക്കുമ്പോൾ ചില സമയങ്ങളിൽ ദർശനത്തിന് ചെറിയ ഇടവേളകളൊക്കെ ഉണ്ടായേക്കാം. അതിനാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുന്നേ അന്നേ ദിവസത്തെ സമയക്രമമൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. സ്റ്റേ എടുക്കുമ്പം എപ്പോഴും ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെയധികം മലയാളി ഹോട്ടലുകളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പൂജയ്ക്കും അതിനുശേഷം ഉച്ചയ്ക്കും അന്നദാനവും വൈകുന്നേരമുള്ള പൂജയിലും എല്ലാം പങ്കെടുത്ത് രാത്രിയിൽ അന്നദാനവും കഴിച്ചിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നതാണ്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. വിശേഷാൽ പൂജയും മംഗളാരതിയും ഒക്കെ കഴിഞ്ഞിട്ട് ദേവിയെ ഇനി നേരെ ശ്രീകോവിലിനുള്ളിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് 9 മണിയോടുകൂടി തന്നെ ദേവിയുടെ പ്രധാന നിവേദ്യമായിട്ടുള്ള കഷായ തീർത്ഥം നമുക്ക് കിട്ടും. വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണിത്. അത് വാങ്ങാൻ വേണ്ടി എപ്പോഴും പ്രത്യേകമായിട്ട് ഒരു സ്റ്റീൽ പാത്രം ചെറുത് കരുതിയൊക്കെ പുറത്ത് ഷോപ്പിലൊക്കെ കിട്ടും. ഏകദേശം 80 രൂപയാണ് നമുക്കായിട്ടുണ്ടായിരുന്നത്. ഇത് മസ്റ്റാണ്. ക്യൂ നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് ക്യൂവിൽ നിൽക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഈ ഒരു യാത്ര ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും പങ്കെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായി. സുമയമ്മയും ഭയങ്കര ഹാപ്പിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത വീഡിയോ മിസ്സാക്കരുത്. അടുത്തത് നമ്മൾ മൂകാംബിക കംപ്ലീറ്റ് ട്രിപ്പ് ഗൈഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ഇൻഫർമേഷനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലൂരിലെ മികച്ച ഒരു ബഡ്ജറ്റ് ഫാമിലി സ്റ്റേയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. മൂകാംബിക യാത്രയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മൾ അതിനെല്ലാം ആൻസർ തരുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഗൈസ്. ബൈ ബൈ.